ഭാരതാംബ വേണോ വേണ്ടേ? കുറച്ച് പേർക്ക് വേണം, കുറച്ച് പേർക്ക് വേണ്ട, കുറച്ച് പേർക്ക് വേണ്ടണം. വേണോ വേണ്ടെന്ന് അറിഞ്ഞൂടൂ, അപ്പോൾ വേണ്ടണം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിഷയങ്ങളിൽ. ഗുരുപൂജ വേണം, വേണ്ട, വേണ്ടണം. ഗുരുപൂജ നടത്തിയ സ്കൂളിലെ അധ്യാപകരെ പിരിച്ചുവിട്ടു. സ്കൂളിനോട് ഇതും ചോദിച്ചു, വിശദീകരണം ചോദിച്ചു. പാദപൂജ വേണം, വേണ്ട, വേണ്ടണം. ഇതാണ് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു കൺസെപ്റ്റ്. അത് നടപടിയെടുത്തു. കുറേ സ്കൂളുകൾ പാദപൂജ വയ്പ്പിച്ചു, ടീച്ചർമാരുടെ പാദം കുട്ടികളെ കൊണ്ട് കഴുകിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായി. എന്നാൽ അയ്യപ്പ സംഗമം നടത്താം, അതിന് പരാതിയില്ല. ഗുരുപൂജ വേണ്ട, ഭാരതാംബ വേണ്ട, അയ്യപ്പനിങ്ങ് പോരട്ടെ. ഇത് ഞാനല്ല പറഞ്ഞ കേട്ടോ, എനിക്കിങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ ഗവർണർ, ആദരണീയനായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പറഞ്ഞത്. കോഴിക്കോട് വെച്ചൊരു സമ്മേളനത്തിൽ നല്ലൊരു അസ്ത്രം അയച്ചിട്ടുണ്ട്. അത് കണ്ണൂരിലേക്ക് അയച്ചതാണ്, തിരുവനന്തപുരത്തേക്കും. 2 സ്ഥലത്തേക്ക്, ഒരെണ്ണം കണ്ണൂരിലേക്കും മുഖ്യമന്ത്രി മറുപടി പറയാനും, ഒന്ന് തിരുവനന്തപുരത്തേക്കും അയച്ചിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലേക്കും. എന്താണ് അയ്യപ്പനോട് മാത്രം ഇത്രയും സ്നേഹം? ഹിന്ദുമത വിശ്വാസങ്ങളോട് സ്നേഹമില്ല, മതേതര രാഷ്ട്രമാണെന്ന് പറയും. ജാതികളോട് വിശ്വാസമില്ല, ഗുരുപൂജയിൽ വിശ്വാസമില്ല, പിന്നെ അതുപോലെ തന്നെ ഭാരതാംബയിൽ വിശ്വാസമില്ല, ഹിന്ദുവിലെ 33 ദൈവങ്ങളിൽ ആരിലും വിശ്വാസമില്ല. പക്ഷേ ശബരിമല അയ്യപ്പൻ ഇങ്ങ് പോരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്ന മുദ്രാവാക്യം. അത് വളരെ പച്ചയ്ക്ക് നമ്മുടെ പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, പാവം, അദ്ദേഹം അറിയാതെ മുഷ്ടി ചുരട്ടി ഇൻകുലാബ് അയ്യപ്പ ശരണമെന്ന് വിളിച്ചുപോയി. ഇൻകുലാബ് സ്വാമി ശരണം, ഇൻകുലാബ് അയ്യപ്പ ശരണം, ഇൻകുലാബ് ഇൻകുലാബ് എന്ന് 10 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ബന്ധപ്പെട്ട ആളുകളും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട സ്ഥലത്ത് വിളിക്കുമ്പോൾ കുറച്ച് മുഷ്ടിയൊക്കെ ചുരുട്ടും. ഇതായാലും ശബരിമല അയ്യപ്പനെ മുഷ്ടി ചുരുട്ടി വിളിച്ച ലോകത്തിലെ ആദ്യത്തെ തിരുവിതാംകൂർ പ്രസിഡന്റ് ഏതാണെന്ന് PSCക്ക്, ഇനിയിപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ PSCക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ശബരിമല അയ്യപ്പനെ അഭിവാദ്യം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അയ്യപ്പനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മുഷ്ടി ചുരുട്ടി ലാൽസലാം അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കും പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് ചോദിക്കും. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോണം. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്താണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിൽ ശക്തമായി നിന്ന ആളാണ്, അവിടെ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ ആളാണ്. അപ്പോൾ എന്തായാലും ഈ വിവാദം വലിയ തർക്കത്തിലേക്കും വിവാദത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വീണ്ടും ഓൺ എയറാണ്. എല്ലാവരും ഇതിനെതിരെ ശക്തമായി പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാനീ പറഞ്ഞല്ലോ, ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെന്നും ഇടയ്ക്കിടയ്ക്ക് വിവാദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ സ്ത്രീകളെ കയറ്റുന്നത് ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായി, സ്വർണം പൂശുന്നതായിട്ട് വലിയ വിവാദം ഉണ്ടായി, അയ്യപ്പ സംഗമത്തിൽ വലിയ വിവാദം ഉണ്ടായി. ഇതിനിടയിലാണ് നമ്മുടെ ഗവർണർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഗവർണർ പറയുന്നത്, നിങ്ങൾക്ക് അയ്യപ്പ പൂജ കൊള്ളാം, അല്ലെങ്കിൽ അയ്യപ്പൻ കൊള്ളാം, ബാക്കി ആരും അയ്യം. അതിൻ്റെ ഭൂതി എന്താണെന്ന് മലയാളിക്ക് പെട്ടെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നുകൂടി ഗവർണർ പറഞ്ഞു വെച്ചു.